മറ്റൊരു ദേശീയ വാർത്തയിലേക്ക് വരുമ്പോൾ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച VBG റാംജി പദ്ധതിയിൽ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കുറയുകയാണ്. പുതിയ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ മാസമായ ജൂലൈയിൽ മുൻ വർഷത്തെ ഇതേ മാസത്തെ അപേക്ഷിച്ച് തൊഴിൽ ദിനങ്ങളുടെ എണ്ണത്തിൽ 49.94% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഔദ്യോഗിക കണക്ക് പ്രകാരം 2026 ജൂലൈയിൽ 7.67 കോടി തൊഴിൽ ദിനങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നാൽ 2025 അതായത് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇത് 15.33 കോടി ഉണ്ടായിരുന്നു. തൊഴിൽ തേടിയെത്തിയ ഗ്രാമീണ കുടുംബങ്ങളുടെ എണ്ണത്തിലും 51.45% കുറവുണ്ടായിട്ടുണ്ട്. 2025 ജൂലൈയിൽ കഴിഞ്ഞ വർഷം ജൂലൈയിൽ 1.42 കോടി കുടുംബങ്ങൾ തൊഴിൽ തേടിയപ്പോൾ 2026 ജൂലൈയിൽ ഇത് 68.94 ലക്ഷമായി ചുരുങ്ങിപ്പോയി. കഴിഞ്ഞ 4 വർഷങ്ങളിലെ ജൂലൈ മാസങ്ങളുടെ ശരാശരി തൊഴിൽ ദിനങ്ങളുടെയും കുടുംബങ്ങളുടെ എണ്ണവും വെച്ച് നോക്കുമ്പോൾ പുതിയ പദ്ധതിയുടെ ആദ്യ മാസത്തെ കണക്കുകൾ അതിൻ്റെ പകുതിയിൽ താഴെ മാത്രമേ വരുന്നുള്ളൂ. പുതിയ പദ്ധതി നടപ്പിലാക്കിയത് മൂലം ഗ്രാമീണ ജനങ്ങളുടെ ഉപജീവന സുരക്ഷയെ ഇത് എങ്ങനെ ബാധിച്ചു എന്ന് സാമ്പത്തിക വിദഗ്ധരും നയവിശകലന വിദഗ്ധരും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. നിലവിലുണ്ടായിരുന്ന 100 ദിവസത്തെ തൊഴിൽ എന്നത് പുതിയ പദ്ധതിയിൽ 125 ദിവസമായി ഉയർത്തിക്കൊണ്ടാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത്. ജലസുരക്ഷ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ജീവനോപാധി അടിസ്ഥാന സൗകര്യങ്ങൾ, ദുരന്ത പ്രതിരോധം എന്നീ 4 പ്രധാനപ്പെട്ട വിഭാഗങ്ങളിൽ മാത്രമായി പുതിയ പദ്ധതിയിൽ പ്രവൃത്തികൾ ചുരുക്കിയിരുന്നു. മുമ്പ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി വ്യക്തിഗത കൃഷിഭൂമിയിൽ നടത്തിയിരുന്ന പ്രവൃത്തികൾ പുതിയ പദ്ധതി പ്രകാരം അനുവദിക്കില്ല. പദ്ധതിക്കായി ചെലവഴിക്കുന്ന തുകയിൽ വേതനത്തിൻ്റെ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും വഹിക്കണമെന്നതാണ് വ്യവസ്ഥ. ഇത് സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യതയാകും എന്ന ആശങ്കയുണ്ട്. അപ്പോൾ പുതിയ തൊഴിൽ പദ്ധതിയിലെ വ്യവസ്ഥകളാണോ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കുറച്ചത് എന്ന ചോദ്യമുയരുകയാണ്. എന്തായാലും ഇത് സംബന്ധിച്ച പരിശോധന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.